നമസ്കാരം. CPM-ന്റെ അടിവേര് ഇളക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന സ്വർണ്ണക്കടത്ത് വിവാദം പല ട്വിസ്റ്റുകളിലൂടെയും കടന്നു പോവുകയാണ്. സഖാക്കൾ ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം കൈപ്പറ്റിയിരിക്കുന്നതും വിറ്റിരിക്കുന്നതും സോണിയാഗാന്ധിയുടെ സഹോദരിക്കാണ് എന്ന പുതിയൊരു വേഷൻ BJP കൊണ്ടുവന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ദുരൂഹമാണെന്നും അത് അന്വേഷിക്കണമെന്നും പിണറായി വിജയൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും CBI കേസ് അന്വേഷണത്തിന് വരാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും CBIയുടെ വരവിൻ്റെ ലക്ഷ്യം വാസ്തവത്തിൽ പിണറായിയുമായുള്ള അന്തർധാരയുടെ ഭാഗമാണ് എന്ന പ്രചരണം കൊടുമ്പിരി കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്തും തമ്മിൽ ബന്ധമുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാള മനോരമയുടെ മുതിർന്ന റിപ്പോർട്ടറായ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ജിജോ ജോൺ പുത്തേഴത്ത് ഇന്ന് ആ തിയറി കൃത്യമായി തന്നെ മനോരമയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്തും ശബരിമലയിലെ സ്വർണ്ണക്കടത്തും തമ്മിലുള്ള ബന്ധം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നാണ്. അതായത് നയതന്ത്ര പാഴ്സലിലൂടെയാണ് സ്വർണം UAE കോൺസുലേറ്റ് വഴി ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ദുബായിലെ UAE കോൺസുലേറ്റ് ഇങ്ങോട്ട് പാക്കറ്റ് അയക്കും. ആ പാഴ്സൽ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വരുന്നത് കൊണ്ട് കസ്റ്റംസുകാർ പരിശോധിക്കുകയില്ല. അതായിരുന്നു സ്വർണ്ണക്കടത്തിന്റെ രീതി. തിരുവനന്തപുരത്തെ കോൺസുലേറ്റിലെ അറ്റാഷെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സ്വർണ്ണക്കടത്തിന്റെ പങ്കാളികളായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് അന്ന് തിരുവനന്തപുരത്ത് ദുബായ് കോൺസുലേറ്റിലെ ജീവനക്കാരായ സ്വപ്ന സുരേഷും സരിത്തുമാണ്. അവരാണ് വാസ്തവത്തിൽ CPM-ന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചതും അവരിലൂടെയാണ് സ്വർണ്ണക്കടത്ത് നടന്നതും. സ്വപ്ന പിന്നീട് ഈ സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വപ്ന ബലിയാടായി. സ്വപ്നയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോഴും സ്വപ്ന കേസ് നടത്തി ജീവിക്കുന്നു. അങ്ങനെ ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയതന്ത്ര പാഴ്സലായി സ്വർണം എത്തിയതുപോലെ തന്നെ അങ്ങോട്ടും പാഴ്സലുകൾ പോയിട്ടുണ്ട്. ആ പാഴ്സലുകളെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് അന്വേഷണം മുഴുവൻ ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചായിരുന്നു. ഇങ്ങോട്ട് വരുന്നതാണ് കസ്റ്റംസ് പരിശോധിക്കുന്നതും പിടികൂടിയതുമൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോയത് എന്താണ്? പലതരം പാഴ്സലുകളും പരിശോധനകളില്ലാതെ തന്നെ കടന്നു പോയിട്ടുണ്ട്. ആ പാഴ്സലുകൾ ശബരിമല അയ്യപ്പ മോഷണവുമായി ബന്ധമുള്ളതാണോ? ഏതാണ്ട് 30 കിലോയോളം സ്വർണ്ണമാണ് അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയെന്ന് ആർക്കും അറിയില്ല. ഏതാണ്ട് 465 ഗ്രാമിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ 30 കിലോ സ്വർണമായിരുന്നു. ആ സ്വർണമൊക്കെ എങ്ങോട്ട് പോയി എന്നറിയില്ല. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നും 500 ഗ്രാമിൽ താഴെ പിടിച്ചെടുത്തിട്ട് തൊണ്ടി മുതൽ റിക്കവറി ചെയ്തു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ അതൊക്കെ കള്ളമാണ്. ഇത് പുരാവസ്തു മാഫിയയുമായി ബന്ധമുണ്ട്. പുരാവസ്തു മാഫിയ ഇതൊക്കെ ദുബായിലേക്ക് കടത്തിയിരിക്കുന്നു. ആ കടത്തിയതിന് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സത്യമാണെങ്കിൽ ഇതൊരു വലിയ ട്വിസ്റ്റ് ആയിരിക്കും. വാസ്തവത്തിൽ ഇങ്ങോട്ടുള്ള സ്വർണ്ണക്കടത്തിൽ നിന്നും തലയൂരാൻ CPM-ന് കഴിഞ്ഞതുപോലെ അങ്ങോട്ടുള്ള സ്വർണ്ണക്കടത്തിൽ നിന്നും തലയൂരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇങ്ങോട്ട് വന്നതിന് സ്വർണത്തിന്റെ വില മാത്രമായിരുന്നു, അല്ലെങ്കിൽ നികുതി വെട്ടിക്കുന്നതിന് ഗുണം മാത്രമായിരുന്നു. എന്നാൽ അങ്ങോട്ട് പോയത് പുരാവസ്തു മൂല്യമുള്ള സ്വർണമാണ്. അതും മോഷണ മുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ, കാരണം എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാം തന്നെ സ്കാൻ ചെയ്യപ്പെടും. കണ്ടെത്തിയാലും ഇല്ലെങ്കിലും സ്കാൻ ചെയ്യപ്പെടും. അങ്ങോട്ട് പോയ പാഴ്സലുകളുടെ സ്കാൻ റിസൾട്ട് എടുത്താൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരാം. അത്തരമൊരു നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിനിടയിൽ മനോരമ വിശദമായി തന്നെ വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്രയും സ്വർണം അവിടെയുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തണം. ഇതിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തതുപോലെ ദ്വാരപാലക ശില്പത്തിന്റെയും ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയുടെയും സ്വർണം മാത്രമല്ല, നിരവധി സ്വർണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവയിൽ പലതും മോഷ്ടിക്കപ്പെട്ടു എന്ന സംശയമുണ്ട്. 30 കിലോ സ്വർണം ചെമ്പായി മാറിയതിന്റെ കണക്ക് മനോരമ ഇങ്ങനെ പറയുന്നു. ശബരിമല ശ്രീകോവിൽ 2019 ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എന്ന് മഹസ്ര രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത് 1998 UB ഗ്രൂപ്പ് പതിച്ചിരുന്നതായി രേഖകൾ പറയുന്ന സ്വർണത്തിന്റെ അളവ് ഇതോടൊപ്പം. ഇതിൽ ഏതൊക്കെ കൊണ്ടുപോയെന്ന് അറിയില്ല. ഇതെല്ലാം കൊണ്ടുപോയെന്ന് പറയപ്പെടുന്നുണ്ട്. ശ്രീകോവിൽ വാതിലുകളിലെ കട്ടിളപ്പാളികൾ, അതാണിപ്പോൾ അന്വേഷണം നടക്കുന്നത്, 2519.760 ഗ്രാം. അവ ദശാവതാരം ആലേഖനം ചെയ്ത 2 പാളികളും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികളുമാണ്. അടുത്തത് 2 ദ്വാരപാലക ശില്പങ്ങൾ. അവിടെ സ്വർണം പറയുന്നത് 1564.190 ഗ്രാം എന്ന 2 ദ്വാരപാലക ശില്പങ്ങൾ. അടുത്തത് വടക്ക് തെക്കു മൂലകളിലടക്കം ശ്രീകോവിലിന് ചുറ്റുമുള്ള 8 തൂണുകളിലുമായി പതിച്ചിരിക്കുന്ന സ്വർണം 4302.66 ഗ്രാം സ്വർണം. ഇത്രയും സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത് കണക്കാക്കപ്പെടുന്നത്. ദ്വാരപാലക പാളിയിൽ തിരികെ പൂശിയത് കേവലം 394
0.9 ഗ്രാമാണെന്ന് ഓർക്കണം. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്. പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി ഈടാക്കിയ 109.243 ഗ്രാമും ഗോവർദ്ധൻ വാങ്ങിയ 474.960 ഗ്രാമാണ്. ആകപ്പാടെ തൊണ്ടി മുതൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഈ രണ്ടാണ് 500 ഗ്രാമോളമാണ്. ഇനി നഷ്ടമായി എന്ന് ഇതുവരെ കണ്ടെത്താത്ത സ്വർണത്തിന് വിവരവും കൊടുത്തിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മേൽക്കൂല 15.219 കിലോഗ്രാം. ഇതും അറിയില്ലാത്തതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. റെയിൻ ഗട്ടർ, അതായത് ഹുണ്ടിക്ക് മുകളിൽ റെയിൻ ഗട്ടർ 1.155 കിലോഗ്രാം. സോപാനത്തിന് മുന്നിലെ ഹുണ്ടി 1.014 കിലോഗ്രാം. ശ്രീകോവിൽ വശങ്ങളിൽ അയ്യപ്പ കഥ 1.75 കിലോഗ്രാം. 3 അലങ്കാരവാതിലുകൾ 1.609 കിലോഗ്രാം. 5 കലശങ്ങൾ 1.154 കിലോഗ്രാം. ആകെ 30.291 കിലോഗ്രാം സ്വർണം. ഇത്രയും സ്വർണമാണ് അവിടെ സ്ഥാപിച്ചത്. ഇതിൽ എത്ര സ്വർണം മോഷണം പോയി എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. സ്വപ്ന സുരേഷിനോട് ഞാൻ ചോദിച്ചു, എന്താണ് കേൾക്കുന്നത്? സ്വപ്ന, അയ്യപ്പ സ്വർണം കടത്തിലും പങ്കാളിയായിരുന്നോ? സ്വപ്ന പറഞ്ഞത് കേൾക്കുക. നമസ്കാരം സ്വപ്നെ. നമസ്കാരം. ഇപ്പൊ എവിടെയാണ്? അവിടെ പാലക്കാടോ ബാംഗ്ലൂരോ? ബാംഗ്ലൂരാന്ന് തോന്നുന്നല്ലേ? ബാംഗ്ലൂര്. കുഴപ്പമില്ലാതെ പോകുന്നോ? നോ പ്രോബ്ലം, പറയൂ. കേസുകളൊക്കെ എങ്ങനെ പോകുന്നേ? അങ്ങനെ ആ കേസിന്റെ ഒക്കെ പിന്നാലെ പോകണോ അല്ലേ? എല്ലാം ഓരോ വഴി യാത്രകളും ആയിരിക്കും. എല്ലാം കോടതി വിളിക്കുമ്പോ ഓക്കെ. എനിവേ, ഇന്നൊരു വാർത്ത മനോരമയിൽ വന്നിരിക്കുന്നു. വാർത്ത വന്നിരിക്കുന്നത് ഈ നയതന്ത്ര സ്വർണ്ണക്കേസുണ്ടോ, സ്വപ്നയായി ഒക്കെ ഉൾപ്പെട്ട ആ സ്വർണ്ണക്കേസിൽ അങ്ങോട്ട് പോയ നയതന്ത്ര പാഴ്സലുകൾ. സ്വപ്നയുടെയും സരിത്തിന്റെയും പേര് പറയുന്നുണ്ട്. സ്വപ്ന കണ്ടോന്ന് എനിക്കറിയില്ല വാർത്ത. സ്വപ്നയുടെയും സരിത്തിന്റെയും പേര് പറയുന്നുണ്ട്. ഇങ്ങോട്ട് സ്വർണം കടത്തിയതുപോലെ തന്നെ അങ്ങോട്ട് ഈ പറയുന്ന പുരാവസ്തുക്കൾ, ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണവും കടത്തിയിരിക്കാം എന്നാണ് കേട്ടത്. ഈ വാർത്ത കണ്ടായിരുന്നോ? ഞാൻ കേട്ടു. somebody was calling me but they just told me. I did not read it. ഓക്കെ. എന്താണ് ഈ വാർത്തയെ കുറിച്ച് അഭിപ്രായം എന്താണ് പറയാനുള്ളത്? അല്ല, കേട്ടപ്പോ ചിരിക്കാനാണ് തോന്നിയത്. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ആർ ദ പീപ്പിൾ തിങ്കിങ്. ഐ മീൻ മീഡിയ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഐ മീൻ ഒരു ലോജിക് വേണ്ട. എന്ത് ചിന്തിക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോ സിംപ്ലി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നോൺസെൻസ് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഹൈലി അൺആക്സെപ്റ്റബിൾ. ഓക്കെ. ശരിക്കാതെ ഫോർ മീ എനിക്കതൊക്കെ ഒരു ജോക്ക്. 2026 ഫസ്റ്റ് കോമഡി റിലീസ് ആയതുപോലെ തോന്നിയുള്ളൂ, വേറെ ഒന്നുമില്ല. അതിനങ്ങനെ പറയാൻ കാര്യം അത് യാതൊരു സാധ്യത ലോജിക്കില്ല ഒട്ടും. ഞാനെല്ലാം തുറന്നു പറഞ്ഞെങ്കിൽ ഇത് മാത്രം മറച്ചു വെക്കേണ്ട കാര്യം എന്തുവാ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ obviously I'll be the first one to break it. ഓക്കെ. മാത്രമല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സ്കാൻ ചെയ്തല്ലേ കയറി പോകുന്നത്? ഇവിടുന്ന് പോകുന്നതെല്ലാം എല്ലാം ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈവൻ ഡിപ്ലോമാറ്റ്, നോട്ട് ജസ്റ്റ് ദി എയർപോർട്ട്. ഫസ്റ്റ് വി സ്കാൻ ഇറ്റ് ഫ്രം ദി കോൺസുലേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാഗേജ് സ്കാൻഡ് ഇൻ ദി. അല്ല, ഈ ഡിപ്ലോമാറ്റിക് പാസേജ് ആയതുകൊണ്ടും എക്സംഷൻ ഉണ്ടാവത്തില്ല ഈ കാര്യത്തിൽ അല്ലേ? ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്കാൻ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പൊ അതാണ് അവർ പറയുന്നതെന്ന് തോന്നുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന നിലയിൽ കൊണ്ടുപോകുന്ന അതാന്ന് തോന്നുന്നു അവരുടെ ലോജിക്ക്. അതെ, ഡിപ്ലോമാറ്റിക് ബാഗേജിൽ പലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പം അവരങ്ങനെ ഉദ്ദേശിച്ചതായിരിക്കാം. ബട്ട് ശബരിമല എന്നുള്ള സാധനങ്ങൾ എവിടെ പോയെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. മനസ്സിലായി. അത് ഇതുമായിട്ട് ചുമ്മാ ഒരു വാർത്തയെന്നുള്ളൂ, യാതൊരു ഇതും കാണുന്നില്ല അല്ലേ? മേ ബി ദേ വാണ്ട് ടു ബ്രിങ് ന്യൂ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ടു ഇൻവെസ്റ്റിഗേഷൻ മാറ്റിവിടാനുള്ള വല്ല ടെക്നിക്കോ ടാക്ടിക്കോ ആയിരിക്കാം. ദാറ്റ്സ് ഓൾ. അല്ലാതെ വേറൊന്നും ഇതിൽ കാണുന്നില്ല അറ്റ് ദ മോമെന്റ്. ഓക്കെ സ്വപ്നെ, വേറെ ഒന്നുമില്ല. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. ബൈ.